ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ മൂറോനെക്കുറിച്ചും പരിശുദ്ധ മൂറോൻ കൂദാശയെക്കുറിച്ചുമുള്ളതായ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചും വേദപുസ്തകപരമായ രീതിയിൽ അത് എങ്ങനെ വിഭാവനം ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള മൂറോൻ കൂദാശകൾ സംബന്ധിച്ച വ്യക്തി എന്ന നിലയ്ക്ക് വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നെ ഏറ്റവും സ്പർശിക്കുന്ന ഒരു ഗീതമാണ് കെംതായിൽ ഉപയോഗിക്കുന്ന കൂക്കോയോ. നിൻ മുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമെൻ നാഥ. മനോഹരമായ ആ ഗാനത്തെ സംബന്ധിച്ച് വിഭാവനം ചെയ്യുവാൻ ഞാൻ ഇപ്പോൾ മുതിരുന്നില്ല എങ്കിലും കർത്താവിൻ്റെ മുറിവുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതായ ആ രക്തത്തെ, തൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടതായ ഈ ജനം, പരിശുദ്ധ സഭ വിശുദ്ധ മൂറോൻ കൊണ്ട് ഓരോ വ്യക്തിയെയും മുദ്രകുത്തി യേശുക്രിസ്തുവുമായി ചേർത്ത് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നതായ വിശുദ്ധ മൂറോൻ തൈലം. പുതിയ നിയമത്തിൽ വിശുദ്ധ മൂറോനെക്കുറിച്ച് വളരെ പരാമർശങ്ങളുണ്ടെങ്കിലും തൈലം പൂശി എന്നുള്ളത്, കർത്താവിൻ്റെ തലയിൽ തൈലം പൂശിയ ആ സ്ത്രീയുടെ രംഗം അല്ലെങ്കിൽ ആ സംഭവം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ബഥാനിയായിൽ മറിയയാണ് ചെയ്തത് എന്നാണ്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പാപിനിയായ സ്ത്രീ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സിൻഫുൾ വുമൻ. കർത്താവിൽ നിന്ന് രക്ഷ പ്രാപിച്ച ആ സ്ത്രീ പാരിതോഷികമായിട്ട് ഏറ്റവും വിലപിടിപ്പുള്ളതായ തൈലം കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ കർത്താവ് ഇരിക്കുമ്പോൾ അവൻ്റെ തലയിൽ ഒഴിച്ചതായും അവൻ്റെ പാദങ്ങളിൽ സ്പർശിച്ചതായും മുടികൊണ്ട് തോർത്തിയതായും വിശുദ്ധ പുസ്തകം നമുക്ക് സാക്ഷീകരിക്കുന്നു. അതിനെ വിലക്കുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, അവൾ ചെയ്ത നല്ല കാര്യം ലോകമറിയും. എൻ്റെ ശവസംസ്കാരത്തിന് മുമ്പുള്ളതായൊരു ശുശ്രൂഷയാണ് അവൾ ചെയ്തതെന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ഏകദേശം 70 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ തൈലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യമായിട്ട് ദൈവം യഹോവ മോശയോട് കൽപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളാണ് അതിൽ കാണുന്നത്. യഹോവ മോശയോട് കൽപ്പിക്കുന്നു, നീ തൈലമുണ്ടാക്കണം. അതിലുപയോഗിക്കുന്നതായ വസ്തുക്കളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. പുറപ്പാട് 30:23 മുതൽ. ഈ തൈലം ഒലിവെണ്ണയുമായി ചേർത്ത് അതിൽ ചേർക്കേണ്ടതായ സുഗന്ധപ്പശ തുടങ്ങിയതായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുകയും ബൽസാം എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന പവർഫുള്ളായിരിക്കുന്ന സുഗന്ധ ദ്രവ്യം അതിൽ ചേർക്കുകയും ചെയ്ത് അതിനെ അഭിഷേക തൈലമായി, മേത്തരമായ അഭിഷേക തൈലമായി അതിനെ ആക്കി തീർത്ത് സഭയിൻ കൂടാരത്തിൽ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ അതുകൊണ്ട് അഭിഷേകം ചെയ്യണമെന്നും അതിവിശുദ്ധ സ്ഥലത്തും അതിലുപയോഗിക്കുന്നതായ വസ്തുവകളിൽ അതുകൊണ്ട് പൂശണമെന്നും ഉള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അഭിഷേകം ചെയ്യുക എന്നുള്ളത് പഴയ നിയമകാലത്തെ ഒരു പ്രത്യേകതയായിരുന്നു. 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിലും പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നുള്ളത്. ശൗലിനെ ശമൂവേൽ പ്രവാചകൻ രാജാവായി അഭിഷേകം ചെയ്യുവാൻ തൈലം ഉപയോഗിക്കുന്ന ഇവിടെ കാണാം. മേത്രമായ തൈലം കൊണ്ടാണ്
രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് ആ സ്ഥാനത്തേക്കാക്കിയിരുന്നത്. പഴയ നിയമകാലത്ത് ഇതിന് വളരെയധികം പ്രസക്തി ഉണ്ടായിരുന്നു. പുതിയ നിയമകാലത്തിലേക്ക് വന്ന് ക്രൈസ്തവ സഭകൾ അവരവരുടേതായ രീതിയിൽ ആരാധനാക്രമങ്ങൾ ചിട്ടപ്പെടുത്തി ഏകദേശം 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ് സഭകൾ സ്വന്തമായി അവരവരുടെ ആരാധനാക്രമങ്ങൾ ഉണ്ടാക്കിയത്. അതിൻ്റെ റൂബ്രിക്സ്, നടപടിക്രമങ്ങൾ എല്ലാം വ്യക്തമായി ഓരോ സഭകളിലും അവരുടെ വിശ്വാസം അനുസരിച്ച് അത് ഉണ്ടാക്കപ്പെട്ടു. സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു കൂദാശയായി പിതാക്കന്മാരതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റുള്ള സഭകളിലുമുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് അർമീനിയൻ സഭ നടത്തിയ മുഴുവൻ കൂദാശയിൽ സഭയിലെ പിതാക്കന്മാരെ മറ്റ് സഭകളിലെ പിതാക്കന്മാരെയും ക്ഷണിച്ചതായി നാം പത്രദ്വാര അറിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ശ്രേഷ്ഠമായ ഒന്നായി കാണും. കത്തോലിക്ക സഭയിലുമെല്ലാം വിശുദ്ധ തൈലം മുഴുവൻ നല്ല പറയുന്നതെങ്കിൽ പോലും വിശുദ്ധ തൈലം അഭിഷേകം ചെയ്ത് അല്ലെങ്കിൽ അതിനെ കൂദാശ ചെയ്തതിനെ ശുദ്ധീകരിച്ച് വിശ്വാസികളെ ക്രിസ്തുവുമായി അടുപ്പിക്കുന്ന പരിമള വാസനയായി അതിനെ കാണുന്നു, പരിശുദ്ധ സഭകൾ കാണുന്നു. സുറിയാനി സഭയുടെ വിശ്വാസപ്രകാരം എല്ലാവരും ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലുള്ളതായ സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുകയും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ബൽസാം തൈലം, സുറിയാനിയിൽ ബൽസാമൂൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ തൈലങ്ങളെ പല പല തൈലങ്ങളുണ്ട്. വിവാഹ ശുശ്രൂഷയിൽ നാം കേൾക്കുന്ന ഒരു തൈലമുണ്ട്, നർദീൻ തൈലം. നർദീൻ തൈലം എന്ന് പറയുന്നത് നർദീൻ തൈലത്തേക്കാൾ ചുവപ്പുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. വൈവിധ്യമാർന്ന പെർഫ്യൂംസ് അല്ലെങ്കിൽ അരോമ, ഫ്രാഗ്രൻസ്, അത് ദൈവത്തിന് ഇഷ്ടമാണ്. സുഗന്ധ വസ്തുക്കൾ. അതുകൊണ്ടാണ് നാം ധൂപക്കുറ്റിയിൽ കുന്തിരിക്കവും അർപ്പിച്ച് സുഗന്ധവാസനയായി ദൈവത്തിന് യാഗം അർപ്പിക്കുന്നത്. ഇവിടെ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വിധിപ്രകാരമാണ് ഇത് കൂദാശ ചെയ്യുന്നത്. വെറുതെയുള്ള ഒരു കൂദാശയായിട്ട് പിതാക്കന്മാരതിനെ കാണുന്നില്ല. വളരെ സീരിയസായി, വളരെ ശ്രദ്ധയോടുകൂടി പ്രത്യേകമായിരിക്കുന്ന ഒരു വിധിപ്രകാരം അത് ചെയ്യുന്ന രീതിയാണ് സുറിയാനി പിതാക്കന്മാരുടേത്. അതുതന്നെയാണ് മലങ്കര സഭയിലും അതിനെ കാണുന്നത്. അതിനൊരു വിധിപ്രകാരം. ഇവിടെയും ഓരോ കാര്യങ്ങൾക്ക് ഓരോ വിധികളുണ്ട്. രഹസ്യാത്മകമായ പല കാര്യങ്ങളും പരസ്യമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. വിശുദ്ധ മൂറോനെ സംബന്ധിച്ച് അത് ഉണ്ടാക്കുന്നതിന് ഒരു വിധി കിടക്കുന്നതിൽ പ്രധാനമായിട്ടുള്ളത് അത് കൂദാശ ചെയ്യേണ്ടത് ഹുദായ കാനൂൻ പ്രകാരം പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായ്ക്കും പരിശുദ്ധ കാതോലിക്ക ബാവായ്ക്കുമാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. ചരിത്രം പറയുന്നത് 1876 ഓഗസ്റ്റ് മാസം 27-ാം തീയതിയാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ആദ്യമായി മുളന്തുരുത്തിയിൽ വെച്ച് മുഴുവൻ കൂദാശ നടത്തിയത്. തുടർന്ന് മുഴുവൻ കൂദാശകൾ നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഗീവർഗീസ് തുതിയൻ കാതോലിക്ക ബാവ നടത്തിയിട്ടുള്ള മുഴുവൻ കൂദാശകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ലഭിച്ചിരിക്കുന്ന ഈ വിധിപ്രകാരം അതിൽ ഒരു വള്ളിയോ പുള്ളിയോ അണുവോ മാറാതെ അത്രമാത്രം ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ മൂറൻ പരിശുദ്ധ സഭ ഉപയോഗിച്ചു. അതിൽ വളരെ നിഷ്ഠയുണ്ട്. അതിൽ സംബന്ധിക്കുന്നവർ 40 ദിവസത്തെ ഉപവാസം, 40 ദിവസത്തെ മൗനം, 40 ദിവസത്തെ നോമ്പ് വളരെ വ്യക്തമായി ആചരിച്ചു മാത്രമേ ഇതിൽ സംബന്ധിക്കാവൂ എന്നുള്ളത് പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാബയുടെ കാലം മുതലാണ് എനിക്കറിയാവുന്നതെങ്കിലും പരിശുദ്ധ മാത്യൂസ് തുതിയൻ ബാബയുടെ കാലത്തുള്ള മുഴുവൻ കൂദാശയിലാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അടുത്തറിയുവാൻ സാധിച്ചത്. ഇത് പിതാക്കന്മാർ വളരെ വിശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒന്നാണെന്നുള്ളതും
അതിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് നേരിട്ട് അറിയുവാനായിട്ട് സാധിച്ചതും അപ്പോഴാണ്. ഇത് പരസ്യപ്പെടുത്താറില്ല. ഇതിൻ്റെ വിധികളെല്ലാം പേന കൊണ്ട് പിതാക്കന്മാർ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണയായി പ്രിൻ്റ് ചെയ്ത് ഇതിൻ്റെ ഈ ഫോം പുറത്തേക്ക് വിടാറില്ല. പഴയ കാലത്തും പട്ടംകുട, പള്ളികുദാശ ക്രമങ്ങളെല്ലാം പിതാക്കന്മാരുടെ സ്വന്തം കരങ്ങളാൽ എഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതിനകത്ത് ചില വിധികളുണ്ട്, രഹസ്യവും പരസ്യവുമായ പല കാര്യങ്ങളുണ്ട്, പൊതുജനം അറിയേണ്ടതും അറിയേണ്ടാത്തതുമായ പല കാര്യങ്ങളുണ്ട്, മുഖ്യകാർമ്മികൻ മാത്രം ചെയ്യേണ്ടതായ ചില രഹസ്യമായ ചില ഭാവങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുവാൻ ബാവയോട് അനുവാദം ചോദിച്ച് ഞാനും അതിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത്, പണ്ട് കാലത്ത് ഇടിക്കുകയും പിടിക്കുകയും ചെയ്തിരുന്ന കല്ലുകളിൽ വെച്ചാണെങ്കിലും അപ്പോഴത്തേക്ക് ഗ്രൈൻഡർ വന്നു. ഞങ്ങളൊക്കെ ഗ്രൈൻഡർ വെച്ചാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് പൊടിച്ചുകൊണ്ടിരുന്നത്. അത് അന്നുണ്ടാക്കിയ ആ ഒരു ഇതെൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയുകയാണ്. വൈവിധ്യമാർന്ന സ്പൈസസ്, നമ്മുടെ നാട്ടിലുള്ള പല കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതിലുപയോഗിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുവായിട്ട് പറയേണ്ട ആവശ്യമില്ല. അത് വിധിപ്രകാരം ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് പരസ്യപ്പെടുത്താനുള്ളതുമല്ല. ഉണ്ട് സുഗന്ധദ്രവ്യങ്ങൾ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് പൊടിച്ച് അതുണ്ടാക്കിയ വിധം എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിനെ വളരെയധികം ആ മൂറോൻ പ്രിപ്പറേഷൻ്റെ അതുണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ളതായ ആ കാര്യത്തിൽ പിതാക്കന്മാർ എന്തുമാത്രം ഗൗരവത്തോടു കൂടിയാണ് കണ്ടതെന്ന് എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നിയ കാര്യം ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുകയാണ്. ഇത് എല്ലാം പൊടിച്ചു കഴിഞ്ഞ് അതുണ്ടാക്കുന്ന ദിവസം ദേവലോകത്തെ അരമനയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മൈതാനിയിൽ പഴയ കാലത്തെ ചെമ്പ് എന്ന് പറയുന്ന വിസ്തൃതമായ വട്ടത്തിലുള്ള ഒരു ചെമ്പ്, അത് ഒരടുപ്പിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളം നിറച്ച് അതിൽ ഇവിടെ ദേവലോകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു 4 സ്ഫടിക ഭരണികൾ, ഗ്ലാസ് കൊണ്ടുള്ള ഭരണികൾ അതിൽ കെട്ടിത്തൂക്കിയിടുവാനുള്ള സംവിധാനങ്ങളാണ് കണ്ടത്. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അന്നത്തെ ഇതിൻ്റെ പ്രിപ്പറേഷൻ നടത്തിയതിലെ പ്രധാനി പരിശുദ്ധ ബാവയായിരുന്നു. സഹകാർമ്മികരായി ഗീവർഗീസ് ദിയൻ ബാവയുടെ സെക്രട്ടറിയായി ദീർഘനാൾ നടന്ന TG സക്രിയാച്ചനും, പാമ്പാടിയിൽ PC യോഹന്നാൻ റമ്പാച്ചനും ആയിരുന്നു 2 വശത്ത് അത് നിന്നുകൊണ്ട് പഴയ കാലം മുതൽ കണ്ടിട്ടുള്ള അനുഭവങ്ങളിൽ കൂടി അവർ ഓരോ കാര്യങ്ങൾ ചേർത്തുകൊണ്ടിരുന്നത്. കൂടെ മറ്റുള്ളവരുണ്ടായിരുന്നു. അത് ഉണ്ടാക്കുന്നതിന് മുമ്പായി ചേർക്കുവാനുള്ള ഒലിവെണ്ണ നന്നായിട്ട് ചൂടാക്കി അതിൽ നിന്നും ജലാംശം മാറ്റി അത് ഏറ്റവും പെർഫെക്റ്റാക്കി 4 ഭരണികൾ വെച്ചിട്ടുണ്ട്. അതിൽ അല്പം എണ്ണയൊഴിക്കുകയും അതിൽ ഈ മിശ്രിതം ഇൻഗ്രീഡിയൻസ് സ്പൈസസ് പൊടിയാക്കിയത് അതിൽ ഒഴിക്കുകയും ഏകദേശം ആ ഭരണിയുടെ പകുതി ഭാഗം വരെ ഈ സുഗന്ധ പൊടികൾ ഇടുകയും അതിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരുന്ന ശുദ്ധീകരിച്ച ഒലിവെണ്ണ ഒഴിച്ച് ഒരു പകുതി വരെ ഇൻഗ്രീഡിയൻസും ഒരു 3/4 ഭാഗം വരെ എണ്ണയും ഉണ്ടായിരുന്നു. ചെമ്പിൻ്റെ മുകളിൽ ഒരു ഇരുമ്പ് ദണ്ട് ക്രോസായിട്ട് ഇട്ടിട്ട് ഈ ഭരണികളെല്ലാം അതിൽ 4 ഭരണിയും അതിൽ കെട്ടിത്തൂക്കി വെള്ളത്തിലേക്ക് ഇറക്കി വച്ചിരിക്കുകയാണ്. ഈ ഭരണിയുടെ ഏകദേശം 3/4 ഭാഗത്തോളം ഈ വെള്ളം വരും. അടിയിൽ തീ കൊടുക്കും. തീ കൊടുത്ത് വെള്ളം നന്നായി തിളച്ച് കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ വീണ്ടും പുതിയ വെള്ളം ഒഴിച്ച് അത് മൂത്ത് കഴിയുന്ന ഭാഗം, അത് മൂക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് വെന്ത് കഴിയുമ്പോൾ അത് ഈ ഭരണിയുടെ വായുടെ ഭാഗം വരെ, മുകൾ ഭാഗം വരെ പൊങ്ങി വരുന്നൊരു ഭാഗമുണ്ട്. അതാണ് അതിൻ്റെ പെർഫെക്റ്റായെന്നുള്ളതിന്. അതായി കഴിയുമ്പോൾ തീ കെടുത്തുകയും അത് നന്നായി തണുക്കുന്നത് വരെ
അതിൽ തന്നെ കിടക്കുകയും ചെയ്യണം. ഞാൻ കണ്ടത് ഇത് തുടങ്ങുമ്പോൾ മുതൽ പരിശുദ്ധ ബാബാ തിരുമേനി ഈ ചെമ്പിൻ്റെ അടുത്തൊരു കസേരയുമായിട്ട് ഇരിപ്പുണ്ട്. അത് പെർഫെക്റ്റ് ആയത് ഏകദേശം ഉച്ചയ്ക്ക് 2-2:30 ആയപ്പോൾ അത് പെർഫെക്റ്റായി. തിരുമേനി അവിടെ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കാനായിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി മുഴുവൻ ഇതിങ്ങനെ തണുത്ത് അതിൻ്റെ ആ കുപ്പി നന്നായിട്ട് തണുക്കുന്നത് വരെയും അതവിടെ തന്നെ ഇരുന്നു. രാവിലെ ഈ ഭരണിയിൽ നിന്നും ആ ഇൻഗ്രീഡിയൻസ് ഒലിവ് എണ്ണയുമായിട്ട് ചേർന്നതായ മിശ്രിതം, അതിന് കക്കൻ എന്നാണ് പറയുന്നത്, അത് വലിയ പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് അതിൽ നിന്ന് കൈകൾ കൊണ്ട് പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് 4-5 പ്രാവശ്യം ഈ കക്കൻ പിഴിഞ്ഞെടുത്ത് അതിലെ എണ്ണ മുഴുവനായിട്ട് ഊറ്റിയെടുത്ത് അരിച്ച് അതിനെ വലിയൊരു പാത്രത്തിലാക്കിയാണ് മൂറോൻ കൂദാശിക്ക് ഒഴിക്കുന്നത്. മൂറോൻ കൂദാശിയുടെ ഒരു പകുതിയാകുമ്പോൾ ഈ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പരിമളവാസനയുള്ള ബൽസാം തൈലയിൽ ഒഴിക്കുവാനുള്ള പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. അതുമായി മിശ്രിതമായിട്ട് ചേർത്ത് ആ മൂറോൻ അത് ഒഴിക്കുമ്പോൾ തന്നെ ആ മധുബഹ മുഴുവൻ പരിമളവാസനയായി കൊണ്ട് നിറയും. അതിനെ വലിയൊരു കൂടാരത്തിൽ ബാബാ തിരുമേനി അതിൽ നിന്ന് ഇവിടെ ഒരു പ്രൊസഷനുണ്ട്. ആ പ്രൊസഷനോടുകൂടി അതുപോലെ മാലാഖമാരുടെ സ്തുതിപ്പുള്ള ഹൗദ് മാലാഖെ ആഘോഷിച്ച് അതിനെ ശുദ്ധീകരിച്ച് വയ്ക്കുന്ന ഒരു വലിയ ബൃഹത്തായ ഒരു ശുശ്രൂഷ ക്രമമാണ് മൂറോൻ കൂദാശിക്കുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് പരിശുദ്ധ പിതാവിൻ്റെ കൂടെ ഇതിനകത്ത് നിൽക്കാനൊരു ഭാഗ്യം ജീവിതത്തിൽ കിട്ടി എന്നുള്ളതാണ്. കാരണം രാവിലെ 6:30 തുടങ്ങിയ ഈ ശുശ്രൂഷ തീർന്നപ്പോൾ ഏകദേശം 3 മണി കഴിഞ്ഞു. തിരുമേനിയുടെ ഒരു പ്രത്യേക രീതിയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അത് എത്ര രഹസ്യപ്രാർത്ഥന ചൊല്ലിയാലും അദ്ദേഹം പട്ടം കൊടുത്തിട്ടുള്ള വൈദികർക്കും മെത്രാപ്പോലിത്തന്മാർക്കും അറിയാം, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ആ ഒരു സമയം അത് ഞെട്ടും, ശരീരത്തിലൊന്ന് ഞെട്ടുന്ന ഒരു ഭാഗമുണ്ട്. എല്ലാവർക്കും കാണാം. അതുവരെയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ നീണ്ടുകൊണ്ടിരിക്കും. ഈ സമയം മുതൽ ബലഹീനനായി ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, കുറിയലേശനം പറഞ്ഞുകൊണ്ടിരിക്കും. രാവിലെ 6:30 തുടങ്ങിയിട്ട് 3 മണി കഴിഞ്ഞപ്പോഴും എനിക്ക് ശക്തി കൂടി വരികയായിരുന്നു. തിരുമേനിയുടെ ആ പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്നതായ ആധ്യാത്മിക ചൈതന്യം എങ്ങനെ ഇത്രയും സമയം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പാടാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഞാനായിരിക്കുകയല്ല, മുകളിൽ നിന്ന് കിട്ടുന്ന ദൈവികമായ കൃപയുടെ ആ നിറവിൽ നിന്ന് ആ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു ആ ശുശ്രൂഷ എന്ന് പറയുന്നത്. തുടർന്നുള്ളതായ വർഷങ്ങളിലും പിതാക്കന്മാരോട് കൂടിച്ചേർന്ന് ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചു. പ്രാർത്ഥനയോടും ഉപവാസത്തോടും നോമ്പോടും കൂടി ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇത് ചെയ്യുന്നത് പ്രധാന കാർമ്മികൻ കാതോലിക്ക ബാവയാണെങ്കിലും സഭയാണ് ഇത് ചെയ്യുന്നത്. സഭയിലെ എല്ലാ മെത്രാപ്പോലിത്തന്മാരും കഴിയുന്നിടത്തോളം വൈദികരും അൽമായരും ഇതിൽ സംബന്ധിക്കും. ഇതിൽ സംബന്ധിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നു. ഒരു മൂറോൻ കൂദാശ ചെയ്യുമ്പോൾ സഭയൊന്നായി നിന്നുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ ബാവായ്ക്ക് വേണ്ടിയും അതിൽ സംബന്ധിക്കുന്ന എല്ലാ മെത്രാപ്പോലിത്തന്മാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും സകലർക്ക് വേണ്ടിയും പരിശുദ്ധ സഭ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോൾ അങ്ങനൊരു സമയത്താണ് പരിശുദ്ധ സഭ പോകുന്നത്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് എല്ലാവിധമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ലഭിക്കുവാൻ തക്കവണ്ണം ഈ തൈലത്തെ പരിശുദ്ധാത്മാവ് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധിയുടെ ജനങ്ങളാണ്. ഇതിൽ സംബന്ധിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വിശ്വാസമാണ് പരിശുദ്ധ സഭയ്ക്കുള്ളത്. എന്താണ് പരിശുദ്ധ മൂറോൻ കൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത്? ഈ മൂറോൻ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നാമതായി പരിശുദ്ധ മാമോദിസായ്ക്ക് 7 കൂദാശകളിലെ ഒന്നാണല്ലോ പരിശുദ്ധ മൂറോൻ എന്ന് പറയുന്നത്. ഓരോ വിശ്വാസിയെയും മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്ത് ക്രിസ്തുവുമായി അവനെ ഒട്ടിച്ചേർക്കപ്പെടുന്നു. മശിഹായുടെ പരിമളവാസന കൊണ്ട്
അവൻ ഈ ലോകത്തിൻ്റെ എല്ലാവിധമായ ലൗകികമായ അശുദ്ധിയിൽ നിന്നും അവനെ വെടിപ്പാക്കി ക്രിസ്തുവുമായി ഒട്ടിച്ചേർക്കപ്പെടുന്നതായ പശയാണ് പരിശുദ്ധ മൂറോൻ. ആ മാമോദിസായിൽ പറയുന്നുണ്ട് മൂറോൻ എന്താണെന്നുള്ളത്. മശിഹായുടെ പരിമളവാസന, സത്യവിശ്വാസത്തിൻ്റെ അടയാളം, മുദ്ര, പരിശുദ്ധാത്മ നൽവരത്തിൻ്റെ പൂർത്തീകരണം. ഈ 3 ഡെഫിനിഷനാണ് വിശുദ്ധ മൂറോനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ മുദ്രയിടപ്പെട്ട ജനമാണ് നാം, ക്രൈസ്തവ സമൂഹം. മലങ്കര സഭയുടെ വിശ്വാസം അതാണ്. പരിശുദ്ധ മൂറോനാൽ മുദ്രയിടപ്പെട്ടവർ. ഈ മൂറോൻ രണ്ടാമത് ഉദ്ദേശിക്കുന്നതും ഉപയോഗിക്കുന്നതും ദേവാലയ കൂദാശയ്ക്കാണ്. ദേവാലയം, ദൈവത്തിൻ്റെ ആലയം വിശുദ്ധീകരിക്കുമ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഭിഷേകം ചെയ്യുന്നു. പരിശുദ്ധ ത്രോണോസ് അഭിഷേകം ചെയ്യുന്നു. ദേവാലയത്തിൻ്റെ ഉൾഭാഗം മുഴുവൻ പരിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. വിശുദ്ധ പൂജാ വസ്തുക്കൾ അർപ്പിക്കുവാനുള്ള കാസ പീലാസ, അതുപോലെ ബലിപീഠം എന്നുദ്ദേശിക്കുന്ന തബലീത്ത എല്ലാം, അതുപോലെ അടിസ്ഥാനശില പരിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്താണ് പള്ളിക്ക് കല്ലിടുന്നത്. ഇങ്ങനെ ഈ 2 കാര്യങ്ങളിലും പരിശുദ്ധ മൂറോൻ ഉപയോഗിക്കുന്നുണ്ട്. അത്രമാത്രം ഗൗരവമേറിയ വിശുദ്ധിയുടെ അടയാളമായ പരിശുദ്ധാത്മാവിൻ്റെ പൂർത്തീകരണമായ പരിശുദ്ധ മൂറോൻ പരിശുദ്ധ സഭ കൂദാശ ചെയ്യുമ്പോൾ നിശ്ചയമായിട്ട് ഈ സഭ അനുഗ്രഹിക്കപ്പെടുകയാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടത്തുന്നതായ ശുശ്രൂഷ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, പരിശുദ്ധ മൂറോൻ്റെ പരിമള വാസനയിൽ പരിശുദ്ധ സഭ മുഴുവൻ നിറയുവാൻ തക്കവണ്ണം ഈ കൂദാശ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭ ശുദ്ധീകരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളെല്ലാവരുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.